സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവ് മരിച്ചു. കോതമംഗലം മാതിരപ്പള്ളിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ തെന്നി വീണാണ് നിർമ്മാണ തൊഴിലാളിക്ക് ജീവൻ നഷ്ടമായത്. എറണാകുളത്തും കോഴിക്കോടും പല താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. റെഡ് അലർട്ട് തുടരുന്ന വടക്കൻ കേരളത്തിലെ 5 ജില്ലകളും അതീവ ജാഗ്രതയിലാണ്. സംസ്ഥാനത്ത് കാലവർഷപ്പെയ്ത്ത് ശക്തമായി തുടരുകയാണ്. തൃശൂർ മണലൂരിൽ വീടിന് മുകളിൽ മരം വീണ് യുവാവ് മരിച്ചു. മണലൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. വീടിന് മുകളിലേക്ക് മരം ചാഞ്ഞു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിഷ്ണുവിന്റെ അമ്മ വള്ളിയമ്മയെ സമീപത്തെ വീട്ടിലേക്ക് ഇന്നലെ തന്നെ മാറ്റി. എന്നാൽ വിഷ്ണു വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ പെയ്ത കനത്ത മഴയിൽ വിഷ്ണു കിടക്കുന്ന മുറിയുടെ മുകൾ ഭാഗത്തേക്ക് മരം വീഴുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തി മരം മുറിച്ചുമാറ്റി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള വടക്കൻ ജില്ലകൾ അതീവ ജാഗ്രതയിലാണ്. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളായ തിരുവമ്പാടി, കൂടരഞ്ഞി, മുക്കം, ആനക്കാംപൊയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാവിലെ മുതൽ കനത്ത മഴ തുടരുകയാണ്. മലയോര മേഖലകളിലെ പുഴകളിലും മറ്റ് ജലാശയങ്ങളിലും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കോഴിക്കോട് നഗരത്തിലും കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇവിടെ ഒബുചാലിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ ഏത് മഴ പെയ്താലും ഇവിടെ ഫുള്ള് ഇങ്ങനെ വെള്ളം തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുണ്ട്. അപകടങ്ങൾ ഇന്നലെ ഒരു സ്കൂട്ടർ അവിടെ ചാടി. കോർപ്പറേഷൻ വളരെയധികം ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം. കാരണം ഡ്രെയിനേജുകൾ നേരത്തെ വൃത്തിയാക്കുകയും അതുപോലെ തന്നെ ഡ്രെയിനേജ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് ഇല്ലാതാക്കിക്കൊണ്ട് തന്നെ ഒരു സംവിധാനം അവർ കാണുന്നതിലുള്ള അശാസ്ത്രീയതയാണ് ഇതിനൊരു പ്രധാന കാരണം. കനത്ത മഴയിൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. ഇതോടെ പുഴയോരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ 14 ഷട്ടറുകൾ ഉയർത്തി. കണ്ണൂരിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന കുപ്പത്ത് ഇത്തവണയും ജനങ്ങൾ ദുരിതത്തിലാണ്. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ചെളിവെള്ളം കുത്തിയൊലിച്ചെത്തിയതോടെ 40ഓളം കുടുംബങ്ങൾ ബുദ്ധിമുട്ടിലായി. പ്രദേശത്തെ റോഡിലേക്ക് ചെളി ഒഴുകിയെത്തിയ നിലയിലാണ്. അശാസ്ത്രീയ നിർമ്മാണവും കുന്നിടിക്കലും കാരണം കഴിഞ്ഞ മഴക്കാലത്തും പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. പയ്യന്നൂരിൽ കനത്ത മഴയിൽ വീട് തകർന്നു. കാസർഗോഡ് കൈക്കമ്പയിൽ വീട്ടിലേക്ക് മതിലിടിഞ്ഞു വീണ് അടുക്കളയുടെ ഒരു ഭാഗം തകർന്നു. മാവുങ്കാലിൽ ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണു. സ്കൂട്ടർ യാത്രക്കാരായിരുന്ന യുവാക്കൾക്ക് കൈയിനും കാലിനും പരിക്കേറ്റു. ഓറഞ്ച് അലർട്ട് നിലവിലുള്ള എറണാകുളം ജില്ലയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. കോതമംഗലം മാതിരപ്പള്ളിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെ തൊഴിലാളി തെന്നി വീണ് മരിച്ചു. മുളവൂർ സ്വദേശി ജൻസീറാണ് മരിച്ചത്. നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മുകളിലെ നിലയിലേക്ക് കയറിയപ്പോഴായിരുന്നു അപകടം. നഗരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പാലാരിവട്ടം ബൈപ്പാസിന് സമീപത്തെ സർവീസ് റോഡിലെ വെള്ളക്കെട്ട് ഗതാഗതത്തെ ബാധിച്ചു. തൃശൂർ ചേറ്റുവയിൽ ദേശീയപാതയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിലായി. ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയുടെ അനാസ്ഥയാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് പരാതി. ഈ പ്രദേശത്തും കൂടെ കടന്നു പോകുന്ന കാന അടഞ്ഞത് മൂലമാണ് ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇത്രയും വെള്ളക്കെട്ട് ഇവിടെ രൂക്ഷമാകാൻ കാരണം. ഇതിന് പ്രധാന കാരണം ദേശീയപാത കരാർ കമ്പനിയുടെ അനാസ്ഥ തന്നെയാണ്. വരവൂർ പാലക്കൽ ഭഗവതി ക്ഷേത്ര കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴ്ന്നു. കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച കുളത്തിന്റെ ഭിത്തിയാണ് പൂർണ്ണമായും കുളത്തിലേക്ക് ഇടിഞ്ഞിറങ്ങിയത്. പാലക്കാട് വല്ലപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ 40 വർഷത്തോളം പഴക്കമുള്ള ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. റോഡിൽ വാഹനങ്ങളോ കാൽനട യാത്രക്കാരോ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ട് മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നാണ് മുന്നറിയിപ്പ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.